ഇറാന്റെ മിസൈൽ വിന്യാസം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിളിച്ചു ചേർത്ത അടിയന്തര IDF-ന്റെ മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ നിലപാട് പറഞ്ഞിരിക്കുന്നത്. ഹൂത്തികളും ലെബനാനും ഇറാനും സംയുക്തമായ രീതിയിലോ അതല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലോ തങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം ഇറാഖ് ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും അപ്രതീക്ഷിതമായിരിക്കുന്ന ചില രാജ്യങ്ങളുടെ സഹായങ്ങൾ ഇവർക്ക് ലഭിക്കാനും സാധ്യതയുണ്ട് എന്നും വിലയിരുത്തുന്നു. അക്രമങ്ങൾ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് IDF സംഘം ചേർന്നത് എന്ന് പറയപ്പെടുന്നു. പ്രകോപനമില്ലെങ്കിലും ഇറാനെ ആക്രമിക്കണം എന്ന് ചിലർ അഭിപ്രായപ്പെട്ടതായിരിക്കുന്ന വിവരം വന്നു. അഥവാ ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുകയും മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധത്തിൻ്റെ ആരംഭം കുറിക്കാൻ സാധ്യതയുണ്ട് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ചയും വന്നതിനോടനുബന്ധിച്ച് എങ്ങനെയായിരിക്കും തങ്ങളുടെ ഭാവി എന്ന കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനും രാജ്യത്തിന് നേരെ ആക്രമണം വന്നാൽ എങ്ങനെ പ്രതിരോധിക്കണം എന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കാനും വേണ്ടിയിട്ടാണ് അടിയന്തരമായിരിക്കുന്ന IDF മീറ്റിംഗ്, അതായത് രാജ്യത്തിലെ സൈനികരുടെ മീറ്റിംഗ് പ്രധാനമന്ത്രി വിളിച്ചു ചേർത്തത്. ആ വിളിച്ചു ചേർത്തൽ തന്നെ ഒരു ഏകോപന അഭിപ്രായം ഉണ്ടാക്കാൻ വേണ്ടി സ്വരൂപിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ചില ഈ വ്യക്തികൾ തന്നെ പ്രകോപനമില്ലാതെ തന്നെ ഇറാൻ ആക്രമിക്കണം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതിന് ചില മറുപടികളും വന്നു. പ്രകോപനമില്ലാതെ ആയിരുന്നല്ലോ തങ്ങൾ ഇതിനു മുൻപ് ഇറാനെ ആക്രമിച്ചത്, എന്നിട്ട് പ്രതികരണം എങ്ങനെ ഉണ്ടായിരുന്നു? തങ്ങളെപ്പോലും തകർക്കുന്ന തരത്തിലും സൈനികപരമായ രീതിയിൽ ഒരു ബലക്ഷയം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഉണ്ട് എന്ന് ലോകം വിശ്വസിക്കാനും ആ 12 ദിവസത്തെ യുദ്ധം കാരണമായി. നമ്മൾ ഒരു കൃത്യമായ രീതിയിലുള്ള നിലപാട് പാലിച്ചുകൊണ്ടല്ല ആ യുദ്ധം നടത്തിയത് എന്നതിൻ്റെ തിക്തഫലം നമ്മളിപ്പോൾ അനുഭവിക്കുന്നു. അതോടൊപ്പം ലോക രാഷ്ട്രീയ ഭൂപടത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അടയാളപ്പെടുത്തിയതും അവർ ലോകത്തിൽ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യങ്ങളോട് കിടപിടിക്കാൻ മാത്രം ബലവും ശക്തിയുമുണ്ട് എന്ന് തെളിയിക്കാനും ഇറാൻ സാധിച്ചതും നമ്മുടെ മണ്ടത്തരമായിരിക്കുന്ന ഒരു അക്രമ മൂലമാണ് എന്നും വിലയിരുത്തുന്നു. ഇറാനോടൊപ്പം ഈ ഹൂത്തികൾ പോലെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന മിലിഷ്യ വിഭാഗം ചേരുന്ന സമയത്ത് യുദ്ധം അത് മേഖലാ യുദ്ധമായിട്ട് മാറാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒരേ സമയത്ത് ഇതിന് പ്രതിരോധമുണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു പക്ഷേ സാധ്യമാവാത്ത കാര്യമാണ്. ഇപ്പോൾ ഇറാനെ വിലയിരുത്തുന്ന സമയത്ത് അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം 800 കിലോമീറ്റർ അല്ലെങ്കിൽ നോട്ടിക്കൽ കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ അമേരിക്കയുടെ അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടുകൂറ്റൻ യുദ്ധക്കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. ഈ കപ്പലിനെ പോലും ആക്രമിക്കാൻ അല്ലെങ്കിൽ ഈ കപ്പലിലുള്ള രഹസ്യ കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഡ്രോണിനെ പറഞ്ഞേക്കാൻ മാത്രം ഇറാന് ധൈര്യം കിട്ടിയിരിക്കുന്നു. സാധാരണഗതിയിൽ അങ്ങനെ ഉണ്ടാവാത്തതാണ്. അത് പലതരത്തിലും പല രീതിയിലും ഒരു ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്ന് അമേരിക്ക പറയുന്നു. ഒരു ഡ്രോണിലുമായിട്ടുള്ള ഈ സമ്പർക്ക പരിപാടികൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് ഇറാനും പറഞ്ഞതായിരിക്കും വിവരം പുറത്തു വന്നു. അത് ഒരു ഡ്രോണിൻ്റെ കാര്യം ഏറെക്കുറെ തീരുമാനമായി. പക്ഷേ ആ സമയത്ത് തന്നെ 3 ഡ്രോണാണ് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് പോയത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കാനാണ് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്, അത് സ്ഥിരീകരണമില്ലെങ്കിൽ പോലും. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ അമേരിക്കയുടെയും ഇറാൻ്റെയും ന്യൂക്ലിയർ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല. കാര്യം അത് ലക്ഷ്യത്തിലെത്തുമെന്ന് താൻ കരുതുന്നില്ല എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ അഭിപ്രായം. ഇറാനെ നിരായുധീകരിക്കാതെ മേഖലയിൽ സമാധാനമുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ കാര്യം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ ദൂതനായിരിക്കുന്ന സ്റ്റീവ് വിറ്റ്കോഫിനോട് നേരിട്ട് പറയുകയും ചെയ്തു. ചർച്ച വിജയിക്കണമെങ്കിൽ ഈ സൈനികമായിരിക്കുന്ന അവരുടെ പ്രവൃത്തികൾ അവസാനിപ്പിക്കണം. പ്രവൃത്തികൾ എന്ന് പറയുന്നത് മിസൈൽ നിർമ്മാണം തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആണവ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കണം അല്ലെങ്കിൽ തടയപ്പെടണം. കേവല ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് ഗുണകാര്യങ്ങളൊന്നുമില്ല. പതുക്കെ ഇസ്രായേലിൻ്റെ പാളയത്തിലേക്ക് എത്തുന്ന രീതിയിലാണ് വിറ്റ്കോഫ് സംസാരിച്ചത്. അഥവാ ഇസ്രായേൽ പറയുന്ന കാര്യങ്ങൾ തന്നെ അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മിസൈൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭകരെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ പറഞ്ഞു കൊടുക്കുന്നത് തന്നെ വിറ്റ്കോഫും
അത് US ദൂതനാണ് ഏറ്റു പറയുന്ന രീതിയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ട്രംപിനോടായിട്ട് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം എല്ലാ മാർഗവും ഉപയോഗിക്കണം. അതായത് വെള്ളിയാഴ്ച നാളെയാണ് ഒമാനിൽ വെച്ച് ഇറാൻ്റെയും അമേരിക്കയുടെയും ചർച്ചാ സംബന്ധമായ കാര്യങ്ങളുള്ളത്. അപ്പോൾ ഈജിപ്ത്, തുർക്കി, ഖത്തറാണ് ഇതിൽ മധ്യസ്ഥത വഹിക്കുന്നത്. സാധാരണഗതിയിൽ ഈജിപ്തും ഖത്തറുമായിരുന്നു ഇത്തരം വിഷയത്തിലൊക്കെ മധ്യസ്ഥത വഹിക്കാറുള്ളത്. ഇപ്പോൾ അതിൽ തുർക്കിയും കൂടിയും ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ 3 രാജ്യങ്ങളാണ് മധ്യസ്ഥത വഹിക്കുന്നത്. യുറേനിയം അവർ നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഇറാനോട് പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണം വരാൻ പോകുന്ന 3 വർഷം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്ന് അവരാവശ്യപ്പെട്ടു ഇറാനോട്. ശേഷം 3 വർഷത്തെ കാലാവധി കഴിഞ്ഞാൽ 1.5% അത്രയും ഈ യുറേനിയ സമ്പുഷ്ടീകരണങ്ങൾ നിങ്ങൾക്ക് തുടരാം എന്നും അതിൽ പറയുന്നു. സമ്പുഷ്ടീകരണം നടത്തിയ യുറേനിയം, അതായത് പൂർണ്ണമായിരിക്കുന്ന യുറേനിയം മൂന്നാമതൊരു രാജ്യത്തിന് അല്ലെങ്കിൽ മൂന്നാമതൊരു കൈക്ക് കൈമാറണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ബാലിസ്റ്റിക് മിസൈലിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു, എന്നാൽ പരാമർശമുണ്ട് എന്ന് പറയുന്നു. അതായത് നിർമ്മിതികൾ ഈ ഘട്ടം ഘട്ടമായിട്ട് അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ നിർമ്മിതിയുടെ ശതമാനം പറഞ്ഞുകൊണ്ട് അത് നിർത്തി വെക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങാം. എന്നാൽ ഇറാൻ അതിൽ പ്രതികരിച്ചു, ഞങ്ങളുടെ നയത്തിനോ നിലപാടിനോ സമീപനത്തിനോ തങ്ങൾ മുന്നോട്ട് വെക്കുന്ന ദർശന കാഴ്ചപ്പാടിനോ ഒരു മാറ്റവും. ആ മാറ്റമില്ലാത്ത രീതിയിൽ ഒരു സമാധാനമായിരിക്കുന്ന ചർച്ചയ്ക്ക് ആവാം, വിഷയങ്ങളൊന്നുമില്ല. നിലപാടിൽ മാറ്റം വരുത്തണം. രാജ്യത്തിൻ്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അഥവാ ആയുധ നിർമ്മാണം പോലെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കണം എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. സമാധാന ആവശ്യത്തിന് വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം നിർമ്മിക്കുക എന്നുള്ളത് പല രാജ്യങ്ങളും ചെയ്യുന്നതാണ്. ഞങ്ങളെ മാത്രം ചൂണ്ടിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കും എന്നുള്ളതും അതിനെ എതിർക്കുമെന്നും പറയുന്നത് ശരിയല്ല. അങ്ങനെയെങ്കിൽ ഇസ്രായേൽ ഉണ്ടല്ലോ ആണവായുധം, എന്തുകൊണ്ട് അവിടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പോകുന്നില്ല, ചോദിക്കുന്നില്ല എന്ന ചോദ്യവും ഇറാൻ്റെ വിദേശകാര്യമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചില മാധ്യമങ്ങളൊക്കെ പറയുന്ന കാര്യം ഇതൊരു ലക്ഷ്യം കാണാനുള്ള, അതായത് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ലക്ഷ്യം കാണാൻ വലിയ പ്രയാസമാണ്, സാധ്യത കുറവാണ് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നാമ്പുറം ഇസ്രായേൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു. അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ അങ്ങനെ തള്ളിപ്പറയാനൊന്നും സാധിക്കുകയില്ല. അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീങ്ങൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ ഏറെക്കുറെ അമേരിക്ക അംഗീകരിക്കുന്ന രീതിയിലാണ്. ആദ്യം തന്നെ പറഞ്ഞത് തുർക്കിയിലെ ഇസ്താംബൂളിൽ വെച്ചായിരുന്നു ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. തങ്ങൾക്ക് ഇസ്താംബൂൾ താല്പര്യമില്ല, അത് മസ്കത്തിലേക്ക്, ഒമാനിലെ മസ്കത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഒമാനിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞു. അതിനേറെക്കുറെ അമേരിക്ക പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട്, അങ്ങനെ ആവാം എന്നുള്ളത്. സ്റ്റീവ് വിറ്റ്കോഫ് എന്ന് പറയുന്ന അമേരിക്കയുടെ ദൂതനും അബ്ബാസ് അറാഞ്ചി എന്ന് പറയുന്ന ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമാണ് ചർച്ച നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. ആ ചർച്ചയെക്കുറിച്ചുള്ള ഏകദേശ രൂപങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും എന്നാൽ ഇത് ഇറാൻ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ ചർച്ച കൊണ്ട് വലിയ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധവിരാമം ഉണ്ടാവുക, അതായത് യുദ്ധം ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ അപ്പാടെ ഇല്ലാതാവുക എന്നുള്ളത് അമേരിക്കയുടെ നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിനിടയിലൂടെ ആക്രമണം നടത്തിക്കൊണ്ട് സൈനികമായിരിക്കുന്ന ശക്തി ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ആ സൈനിക മേഖല തകർക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇസ്രായേൽ നടത്തുന്നത്. ഇസ്രായേൽ നേരിട്ട് യുദ്ധം ചെയ്യാൻ വലിയ രീതിയിലുള്ള പേടിപ്പുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ മുൻപത്തെ ഒരു യുദ്ധം ചെയ്തതിൻ്റെ പ്രതിഫലം, അല്ലെങ്കിൽ അവർ തിരിച്ച് ആക്രമിച്ചതിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേൽ മോചിക്കപ്പെട്ടിട്ടില്ല. 6 രാജ്യങ്ങളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്ത് ഒക്ടോബർ 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരേ രാജ്യമാണ് 6 രാജ്യത്തോട്, 4 രാജ്യം നേരിട്ടും 2 രാജ്യം അതിന് പിന്തുണ നൽകിയിട്ടുമാണ് ആ യുദ്ധം ആരംഭിച്ചത്. വളരെ പെട്ടെന്ന് 6 ദിവസം 6 ഡേ വാർ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. 6 ദിവസത്തെ യുദ്ധമാണെങ്കിൽ പോലും 6 മണിക്കൂർ കൊണ്ട് തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാനും ആ രാജ്യങ്ങളെ പരാജയപ്പെടുത്താനും വേണ്ടി ഇസ്രായേലിന് സാധിച്ചു. അതോടെ ലോകഭൂമിയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മഹാരാജ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടു. ആ രാജ്യത്ത് ജീവിക്കുന്ന, അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ജീവിക്കുന്ന ഏകദേശം 75 മുതൽ 85% വരെ ജനങ്ങളും ഈ യുദ്ധം പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു. ഇസ്രായേൽ വെച്ചാൽ അമേരിക്കയാണ് യുദ്ധം ചെയ്തത്, അമേരിക്കയ്ക്ക് സാധിച്ചു. ഫ്രാൻസ് ഒപ്പം ഉണ്ടായിരുന്നു, അവർക്ക് സാധിച്ചു, ഇസ്രായേലിനും സാധിച്ചു. അതോടുകൂടി ലോക ഭൂപടത്തിൽ ഇസ്രായേലിന് വലിയ രീതിയിൽ അംഗീകാരം കിട്ടിയെന്ന് മാത്രമല്ല
പല സ്ഥലങ്ങളും പല ഭൂപ്രദേശങ്ങളും ആ ഒരു യുദ്ധത്തോടനുബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈജിപ്തിൽ നഷ്ടപ്പെട്ടതാണ് ഗസ എന്ന് പറയുന്ന പ്രദേശം. ജോർദാന് നഷ്ടപ്പെട്ടതാണ് വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന പ്രദേശം. സിറിയക്ക് നഷ്ടപ്പെട്ടതാണ് ഗോലാൻ കുന്ന് എന്ന് പറയുന്ന പ്രദേശം. ലെബനാന് നഷ്ടപ്പെട്ടാണ് അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഈ പ്രദേശം. അപ്പോൾ ഈ 4 ഭാഗം ഈ നഷ്ടപ്പെട്ടതിനോടനുബന്ധിച്ച് ലെബനാൻ എന്ന് പറയുന്ന രാജ്യം മാത്രം, അതായത് ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട ആ സംവിധാനമാണ് ഏകദേശം 75% ഭൂപ്രദേശവും ഇസ്രായേലിൽ നിന്ന് ലെബനാനിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തെ തിരിച്ചു പിടിച്ചത്. മറ്റൊരു രാജ്യത്തിനും അത് സാധിച്ചിട്ടില്ല. ജോർദാന് സാധിച്ചിട്ടില്ല, ഈജിപ്തിന് സാധിച്ചിട്ടില്ല, സിറിയക്ക് സാധിച്ചിട്ടില്ല. സിറിയ ഇപ്പോൾ രാജ്യം തന്നെ വിട്ടുപോയി എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ അവിടെ അമേരിക്കക്കും ഇസ്രായേലിനും പിന്തുണ നൽകുന്ന ഒരു സൈനിക സംവിധാനമാണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത്. അതുകൊണ്ട് അവർക്ക് ഇത്തരം വിഷയത്തിലൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളത് നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, യുദ്ധം ഉണ്ടാവുക എന്നുള്ളത് ഇസ്രായേലിന് താല്പര്യമാണ്, എന്നാൽ യുദ്ധം ചെയ്യാൻ ഇസ്രായേലിന് താല്പര്യമില്ല. അഥവാ അമേരിക്ക യുദ്ധം ചെയ്യണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ നിലപാട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പരമാവധി അവരുടെ ശക്തി കാണിക്കാനും അതോടൊപ്പം തന്നെ ഇസ്രായേലിന് പരമാവധി മുറിവേൽപ്പിക്കാനും ഇറാന് വലിയ താല്പര്യമുണ്ട്. അപ്പോൾ തുടങ്ങുകയില്ല എന്നവർ പറഞ്ഞിട്ടുണ്ട്. തുടങ്ങേണ്ടത് അമേരിക്കയാണ്. യുദ്ധം തുടങ്ങാൻ വേണ്ടി പല ഘട്ടത്തിലും ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. ആദ്യാദ്യ ഘട്ടത്തിൽ പ്രക്ഷോഭം ഉണ്ടാക്കിക്കൊണ്ട് രാജ്യത്തിലെ ഭരണം അട്ടിമറിക്കുകയോ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ ഇല്ലാതാക്കുകയോ ചെയ്യുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഉദ്ദേശം. പ്രക്ഷോഭം അതികഠിനവും അതിശക്തവുമായ രീതിയിൽ രാജ്യത്തുടനീളം പിടിച്ചുലക്കുന്ന തരത്തിൽ വന്നു. 31 പ്രവിശ്യയാണ് ഇറാനിലാകെയുള്ളത്. 31 പ്രവിശ്യയെ അത് ബാധിച്ചു. ആദ്യഘട്ടത്തിൽ 28 പ്രവിശ്യ ബാധിച്ചിരുന്നു. 3 പ്രവിശ്യ ഈ ഷിയാക്കളുടെ പ്രധാനപ്പെട്ട മേഖല കേന്ദ്രങ്ങളൊക്കെ ഒഴിഞ്ഞിരുന്നു. പിന്നീട് അവിടേക്കും എത്തി. പിന്നെ വളരെ തന്ത്രപരമായ രീതിയിൽ ആ പ്രക്ഷോഭത്തെ അപ്പാടെ അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. അതിന് വലിയ രീതിയിലുള്ള സഹായം ഉണ്ടായത് അമേരിക്കയുടെ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പ്രക്ഷോഭകാരികളെ നിങ്ങളുടെ സർക്കാരിൻ്റെ ഓഫീസുകൾ, സ്ഥാപനങ്ങൾ കയ്യേറും, ഞങ്ങൾ നിങ്ങൾക്ക് പിറകെ ഉണ്ട് എന്ന് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് നിരന്തരം എന്ന് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇതിങ്ങനെ സോഷ്യൽ ട്രൂത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് പിടിച്ചുകൊണ്ടാണ് ഇറാൻ സർക്കാർ പറഞ്ഞത്, നമ്മുടെ രാജ്യത്തെ കീഴടക്കാൻ വേണ്ടി ശത്രു രാജ്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ എന്ത് ചെയ്യണം? സർക്കാരിനോടൊപ്പം ചേർന്ന് നിൽക്കണം എന്നുള്ളതും സർക്കാരിനെതിരെയുള്ള നിലപാടിൽ നിന്ന് മാറണം എന്ന് ഇറാൻ പറയുകയുമാണ് ചെയ്തത്. ആദ്യ ഘട്ടത്തിൽ അതിന് വലിയ രീതിയിൽ പിന്തുണ ലഭിച്ചിട്ടില്ലെങ്കിൽ പോലും പിന്നീട് അത് ലഭിച്ചു എന്ന് മാത്രമല്ല, എതിർക്കപ്പെടുന്ന വിഭാഗത്തെ അടിച്ചൊതുക്കാനോ ഇല്ലാതാക്കാനോ ഇറാന് സാധിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ രാജ്യത്തുണ്ടായിരിക്കുന്ന 5ാമത്തെ പ്രക്ഷോഭം, ഇപ്പോഴത്തെ സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായി ഇറാൻ്റെ അധികാര സ്ഥാനത്തിൽ വന്നതിന് ശേഷം നടത്തിയ 5ാമത്തെ പ്രക്ഷോഭത്തെയും അടിച്ചൊതുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചത്. അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പിന്നീട് ആ പ്രക്ഷോഭം തകർന്നതോടുകൂടി പിന്നെ സൈനികമായ രീതിയിൽ പേടിപ്പിച്ചുകൊണ്ട് ഇറാനെ വശീകരിക്കാമെന്നോ അല്ലെങ്കിൽ ആക്രമിക്കുക എന്നോ അമേരിക്ക കണക്ക് കൂട്ടി. അതാണിപ്പോൾ കണ്ടത്, യുദ്ധക്കപ്പലും അതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളൊക്കെ. പക്ഷേ പ്രത്യാക്രമണങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്ന് മനസ്സിലാക്കുന്നതിൽ യഥാർത്ഥത്തിൽ അമേരിക്ക ഇപ്പോഴും പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് പിന്നീട് ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. യുദ്ധമില്ലാത്ത രീതിയിലൊരു ചർച്ച, ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള ചർച്ച എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അമേരിക്കയാണ് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, ഒരു തരത്തിലും ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെയോ നയങ്ങളോ നിലപാടുകളോ ഇറാന് മുൻപിൽ വിജയിക്കുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രഹരശേഷിയെക്കുറിച്ചും അത് എങ്ങനെ വെച്ചിരിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ഒരു വിവരങ്ങളും യഥാർത്ഥത്തിൽ ഇസ്രായേലിനോ അമേരിക്കക്കോ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ അറേബ്യൻ കടലിലൊക്കെ നങ്കൂരമിട്ടിരിക്കുന്ന അമേരിക്കയുടെ പടക്കപ്പലിൻ്റെ ചലനങ്ങൾ പോലും അപ്പോൾ അറിയാനുള്ള സംവിധാനം ഇറാൻ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു. അത്
പബ്ലിക്കിലൂടെ അതവർ പറയുകയും ചെയ്തിരിക്കുന്നു. ഇന്ന ഏരിയയിൽ ഇന്ന സ്ഥലത്ത് ഇന്ന രൂപത്തിൽ ആ കപ്പലുണ്ട്, ആ കപ്പൽ ഇന്ന ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ നീങ്ങിയിട്ടില്ല, എല്ലാ കാര്യം കൃത്യതയോടെ കൂടി അറിയാൻ വേണ്ടി സാധിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന അമേരിക്കയുടെ രഹസ്യങ്ങൾ ചോർത്താൻ ഇറാനെ പോലുള്ള രാജ്യത്തിന് സാധിച്ചു എന്ന് പറയുന്നത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആകാംക്ഷ ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇനി ഇസ്രായേലിലേക്ക് പോകുന്ന സമയത്തും തങ്ങൾ അമേരിക്കയെ മാത്രമല്ല ലക്ഷ്യം വെക്കുക, ഇസ്രായേൽ ലക്ഷ്യം വെക്കും. അവരുടെ സർവ്വ മേഖലയും തീ കൂമ്പാരമാക്കുന്ന തരത്തിലായിരിക്കും തങ്ങളുടെ ഇടപെടൽ എന്ന് ആവർത്തിച്ചുകൊണ്ട് ഇറാൻ്റെ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രി പറയുന്നു. അതോടൊപ്പം തന്നെ പ്രഖ്യാപനമായിട്ട് അല്ലെ തീരുമാനമായിട്ട് സുപ്രീം ലീഡറായിരിക്കുന്ന ആയത്തുള്ള അലി ഖംനായും ഇതേ നിലപാട് പറയുന്നു. ഈ മൂന്ന് അഭിപ്രായത്തിന് മുൻപിൽ പ്രതിരോധിച്ച് നിൽക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് സാധിക്കാത്തൊരു പ്രയാസം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആവർത്തിച്ച് ഇസ്രായേൽ തന്നെ പറയുന്നുണ്ട് അവരുടെ കൈവശത്തിൽ ആയുധമുള്ളിടത്തോളം കാലം തങ്ങൾ സുരക്ഷിതരല്ല എന്നുള്ളത്. ജനങ്ങൾ പോലും, അതായത് ഇസ്രായേലിലെ ജനങ്ങൾ പോലും ഭയപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയം കടന്നു പോകുന്നത് എന്ന് തീർച്ചയായിട്ടും വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.